ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. സൺഡേ ആയിട്ട് നമുക്കിന്ന് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. പെരുമഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കർക്കിടക മാസം തുടങ്ങുകയല്ലേ. 17-ാം തീയതി കർക്കിടക സംക്രാന്തിയാണ്. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് വീട്ടിൽ. സോ നമുക്ക് പോവാം. അപ്പോൾ ഇന്ന് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ, ഞായറാഴ്ചയായിട്ട്. ഞാൻ ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഷോക്കേസിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലീനിങ് ആണ്. എൻ്റെ അയ്യോ, ഇത്രയും സാധനങ്ങൾ ഈ ഷോക്കേസിനകത്ത് ഉണ്ടെന്നുള്ളത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഒരുപാട് പാത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. കുറേ കാലമായിട്ട് കളക്ട് ചെയ്ത് വെച്ച പോലെ തന്നെയുള്ള ബൗള്, ഗ്ലാസ്, അങ്ങനത്തെ ഐറ്റംസാണ് ഇതിനകത്ത് കൂടുതലുണ്ടായിരുന്നത്. ഫോട്ടോസൊക്കെ വളരെ റെയറാണ്. അതുപോലെ തന്നെ ഷോപ്പീസ് ഐറ്റംസുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യം ഇറക്കിയിട്ട് ഷോക്കേസ് നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിത് അങ്ങോട്ട് തന്നെ കയറ്റാൻ. അതുപോലെ കൊല്ലത്തിലൊരിക്കലും ഇത് വൃത്തിയാക്കലുള്ളൂ കേട്ടോ. അമ്മ ഇതുപോലെ സംക്രാന്തിക്കൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാനാ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഷോക്കേസ് വൃത്തിയാക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ്സൊന്നും എനിക്കിങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ആമി എന്താ ചെയ്യണേ? അങ്ങനെ ഞാൻ ഗ്ലാസ്സൊക്കെ ഉള്ളിൽ തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കയറ്റാണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ. അത് മാത്രമേ നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ സുധിയാണെങ്കിൽ സ്വാമി റൂം സെറ്റാക്കിയിട്ടുണ്ട്. സോ നമ്മുടെ പൂജാ റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. സുധിയാണ് ചെയ്തിരുന്നത്. ജനലൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ സുധിയുടെ എന്താണ് മെഷീനൊക്കെയാണ് കേട്ടോ, വർക്കിങ്ങിൻ്റെ ആമീൻ്റെ. ഇനി നമ്മുടെ അടുത്ത സ്ഥലം എവിടെയാണ് കേട്ടോ. ഈ ടേബിളൊന്ന് വൃത്തിയാക്കാണ്ട്. പിന്നെ ഷോക്കേസിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലൊന്ന് ഒതുക്കി പെറുക്കി വെക്കാണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിക്കർ പൊട്ടിച്ച ഭാഗമാണ് കാണുന്നത്. അവിടെ പെയിൻ്റ് അടിക്കണം. മഴക്കാലം ഒന്ന് ഒതുങ്ങിയിട്ടേ പറ്റുള്ളൂ. എല്ലായിടത്തും ഉണ്ട് ഈ ഫ്രെയിം ഒട്ടിച്ചതും ഡബിൾ ടാപ്പ് ഒട്ടിച്ചൊക്കെയുള്ള അടയാളങ്ങളൊക്കെ. പിന്നെ അലമാരേൻ്റെ മണ്ടയ്ക്ക് കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാണ്ട്. ഇവിടെയൊക്കെ സ്റ്റിക്കറിൻ്റെ ആയിരുന്നു കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും കാണുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ. ഞാനിത് 3x ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഈ മേശ എന്ന് പറയുന്നത് ഒരുമാതിരി ഊക്രികളൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള മേശ കേട്ടോ. എങ്ങനെ ഇത് വൃത്തിയാക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഈ മേശ ആകെ അലങ്കോലാവും. കുട്ടിയുടേത് കൊണ്ടിടും, അതുപോലെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം വരും, ടാപ്പ്, ചാർജർ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഫേവറേറ്റ് ബുക്സ്, ടാബ്, ഡയറി അങ്ങനത്തതും വരും. സോ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതെല്ലാം ഈ മേശൻ്റെ മണ്ടേമ തന്നെ ഞാൻ വെക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാവും. അതാണ് ഈ ഒരു മേശേൻ്റെ പ്രത്യേകത. ഐ ഹോപ്പ്, അതായത് നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇതുപോലത്തെ ഒരു മേശയോ കസേരയോ അല്ലെങ്കിൽ കട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇത് മേശയാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ കട്ടിലായിരുന്നു ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് തന്നെ കയറ്റുകയാണ്. എനിക്കാണെങ്കിൽ ഒരു ഡയറി ഒന്നല്ല, ഒരു 3-4 ഡയറികളുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ പുതുമ നഷ്ടപ്പെടുമ്പോൾ ഞാനത് അവിടെ വെക്കും, പിന്നെ അടുത്ത ഡയറിയിലേക്ക് പോകും. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ബുക്കൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ അറേഞ്ച് ചെയ്താലും ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ആമീൻ്റെ ഒരു കളിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഴയ പോലെ തന്നെയായിരിക്കും. സോ നമ്മൾ എന്താണെങ്കിലും അടുത്ത 17-ാം തീയതി ആകുമ്പോഴേക്കും ഒന്നും കൂടി ഇത് ക്ലീനൊക്കെ ആക്കേണ്ടി വരും. സോ ഞാനിപ്പോൾ ഒരു തരികിടപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ത്വര വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പെട്ടെന്ന് ഈ വർക്ക് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആമിക്കുട്ടിയാണെങ്കിലും ശ്രുതിയാണെങ്കിലും അപ്പുറത്ത് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മേക്കപ്പ് ഐറ്റംസിൻ്റെ കഥ പറയുകയാണെങ്കിൽ, അത് എവിടെ കണ്ടാലും
കണ്ടാൽ ആമിക്കുട്ടി അറ്റാക്ക് ചെയ്യും. ലിപ്സ്റ്റിക്കാണ് അവളുടെ ഫേവറേറ്റ് എന്ന് വെച്ചിട്ട് അവൾ ഐലൈനർ എടുക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐലൈനർ കണ്ടാൽ ഐലൈനർ എടുക്കും. സോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോക്ക്. ഈ മേക്കപ്പ് സാധനങ്ങളെന്ന് പറയുന്നില്ല, ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റോ മൈക്കോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തും ചേരുന്നുള്ളൊരു പാകത്തിലാണ് ആമിക്കുട്ടി നടക്കാറ്. സോ എൻ്റെ ടേബിൾ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ മതി എന്നുള്ളൊരു വെപ്പാണ് എനിക്ക്. കാരണം ഇനി വൃത്തിയേടാക്കാനുള്ളതല്ല. ഇനി ഷോക്കേസിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. ഷോക്കേസിനകത്താണെങ്കിൽ ഇവളെപ്പോഴും തുറക്കുന്ന കാരണം എനിക്ക് അത് തുറക്കാൻ പറ്റില്ല. അതായത് സുതി അതിൻ്റെ ഇങ്ങനെ വലിക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഒരു പെന്ന് വെച്ചിട്ടുണ്ട്. ആ പെന്നുള്ളത് കൊണ്ട് അത് കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റില്ല. കുറച്ച് പകുതി മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അതായത് ആ ഗ്ലാസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. അങ്ങനെ ഏറെക്കുറെ ഞാനിത് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. അലമാരയുടെ മണ്ടയൊക്കെ വൃത്തിയാക്കിയിട്ടോ ഞാൻ. അതിൻ്റെ മുകളുണ്ടായിരുന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.